ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ കണ്ടത്. പൗരത്വ ഭേദഗതി നിയമത്തെ കേരളം ഒറ്റക്കെട്ടായിട്ട് ആ സന്ദർഭത്തിൽ തന്നെ ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിൽ എതിർത്ത നിലപാട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്ക് പോകാൻ കേരളമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. കേരള ഗവൺമെൻറ് അന്ന് നിയമസഭയിൽ തന്നെ കൃത്യമായിട്ട് പ്രമേയം കേന്ദ്ര ഗവൺമെൻറ്റിന് തയ്യാറാക്കിയിട്ട് അയച്ചു കൊടുത്തതാണ്. ജനങ്ങളുടെ ഹിതമെന്താണ് എന്ന് ആ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും ജനകീയ കൂട്ടായ്മകളും എല്ലാം തന്നെ ഈ രാജ്യം മുഴുവൻ കണ്ടതാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. ഹിന്ദുത്വ അജണ്ടയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള ഓരോരോ ചെറു വഴികളാക്കി ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള BJP ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാറിൻ്റെ തീരുമാനമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നാണ്. അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹിന്ദുത്വ രാഷ്ട്രമായി ഈ വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കും എന്ന് തന്നെ പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ നീക്കാൻ അവർ ശ്രമിക്കുന്നത്. അതിശക്തിയായ രീതിയിലുള്ള ജനകീയ മുന്നേറ്റത്തിനെതിരായി രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമപരമായിട്ടും അതുപോലെ തന്നെ ഈ നിയമത്തിനെതിരായിട്ടുള്ള ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടും ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് കേരളം ഒന്നടങ്കം തീരുമാനിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർഗീയ ഇടപെടലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമല്ലേ, അപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യലൊക്കെ സാധ്യമായിരിക്കും. ഇപ്പോൾ അല്ല, തെരുവിലിറങ്ങുന്നതിന് ഏത് സന്ദർഭവും അതിന് തടസ്സമല്ല. ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഒരു വിഭാഗം ജനങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും. അതിനെ മത ധ്രുവീകരണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം അതിനെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നാടല്ല ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. ഗവർണർ തൊട്ടപ്പുറത്തുണ്ടല്ലോ, അദ്ദേഹം അല്പസമയം മുമ്പ് വിഷയത്തിലൊരു കമന്റ് പറഞ്ഞത് പൗരത്വ ഭേദഗതി നിയമം കാലങ്ങൾക്ക് മുൻപേ ഉറപ്പ് നൽകിയിരുന്നതാണ്, മുസ്ലിം വിരുദ്ധമല്ല എന്നാണ്. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് ബാധിക്കുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ മനസ്സിലാവും. ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് ഒരു വിഭാഗത്തിനെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വമ്പിച്ച കടന്നാക്രമത്തെ പ്രതിരോധിക്കുമ്പോൾ ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ പറ്റി എല്ലാവർക്കും അറിയാം. കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന, അത് പച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരിക്ക് RSSൻ്റെയും BJPയുടെയും വക്താവായ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേറെ മറുപടി ഒന്നും പറയേണ്ടത്.